പിറ്റേ ദിവസം രാവിലത്തെ വെയിൽ ചുറ്റും പരന്നു തുടങ്ങിയിട്ടുണ്ട്. ദേവൻ മുറിവ് വെച്ച് കെട്ടിയ കാലുമായി പതിയെ പാടത്തേക്ക് നടന്നു. തലേന്ന് തന്നെ ക്ലിനിക്കിൽ ചെന്ന് മരുന്ന് വെച്ച് കെട്ടിയിരുന്നു. മുറിവിൽ നിറയെ ചെളിമണ്ണ് കയറിയിരുന്നതുകൊണ്ട് പഴുത്ത് ഇൻഫെക്ഷൻ ആകേണ്ട എന്നു കരുതി ക്ലിനിക്കിൽ ചെന്ന് കാണിച്ചിരുന്നു. പാടത്തെ ജോലിക്ക് ഇറങ്ങുന്നില്ല. എങ്കിലും ജോലിക്കാരുള്ളതുകൊണ്ട് വരമ്പത്ത് നിൽക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ് അവൻ. വീട്ടിലിരുന്നാൽ അവനൊരു സമാധാനവും ഉണ്ടാകില്ല. അവനെല്ലാം നോക്കിയും കണ്ടും പണിക്കാർക്ക് വേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്തും വരമ്പത്തുകൂടെ അവൻ പതിയെ നടക്കും. അവന്റെ പണിക്കാർക്കെല്ലാം അവനെ വലിയ കാര്യമാണ്. അവൻ അതുപോലെയാണ് അവരോട് ഇടപെടാറുള്ളതും. അവരിൽ ഒരാളായി അവരുടെ കൂടെ ജോലിയെടുത്തങ്ങ് നിൽക്കും. സ്വന്തം പാടവും പറമ്പുമാണെന്നുള്ള ഒരു തലയെടുപ്പും അഹങ്കാരവും ഒന്നും അവനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണ ആത്മാർത്ഥതയോടുകൂടിയാണ് എല്ലാവരും അവന്റെ പാടത്ത് പണിയെടുത്തിരുന്നത്. അവൻ വരമ്പത്ത് കൂടെയുള്ളവരോട് സംസാരിച്ചു നിൽക്കുമ്പോഴാണ് മുകളിലെ റോഡിലൂടെ നടന്നു വരുന്ന അനുപമയെ അവൻ കണ്ടത്. അവളും ദൂരെ നിന്നേ കണ്ടിരുന്നു പാടത്തെ വരമ്പത്ത് നിൽക്കുന്ന ദേവനെ. അവൾ അവനടുത്തെത്തിയതും ദേവൻ സംസാരിക്കുന്നത് നിർത്തി അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. തലേന്ന് വൈകുന്നേരം അവൾ ചെയ്തു തന്ന കാര്യങ്ങളോർത്ത് അവന്റെ മനസ്സിൽ അവളോട് വല്ലാത്തൊരു നന്ദിയും സ്നേഹവും തോന്നിയിരുന്നു. അതവന്റെ കണ്ണിൽ നിന്നും തന്നെ വ്യക്തമായി മനസ്സിലാകും. അവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. "എങ്ങനെയുണ്ട് ദേവേട്ടാ ഇപ്പോ? ഇന്നലെ ചെന്നിട്ട് മരുന്ന് വെച്ചോ?" അവൾ ചോദിച്ചു. അവളിപ്പോൾ മുകളിലും അവൻ താഴെ പാടത്തെ വരമ്പത്തുമാണ് നിൽക്കുന്നത്. ഇന്നലെ ചെന്നപ്പോൾ തന്നെ ക്ലിനിക്കിൽ കൊണ്ടുപോയി കാണിച്ചു. നഖം നന്നായി ഇളകിയത് കൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് ചികിത്സിച്ചാൽ പിന്നെ ചിലപ്പോൾ അത് അതിലും വലിയ പാടാകും, അവൻ പറഞ്ഞു. അത് നന്നായി. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞില്ലേ നഖം ഇളകിയിട്ടുണ്ടെന്ന്. കാല് നനയാതെ നോക്കണം, ഇല്ലേൽ പഴുക്കും. അവൾ പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു. താങ്ക്സ് അനു, ഇന്നലെ നീ വന്നത് വളരെ ഉപകാരായി. അവൻ ഇന്നലത്തെ ഓർമ്മയിൽ വീണ്ടും അവളോട് നന്ദി പറഞ്ഞു. അതുകേട്ട് അവളൊന്ന് അവനെ തന്നെ തറപ്പിച്ചു നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ ദേവനൊന്ന് ചിരിച്ചു കളഞ്ഞു. ദേവേട്ടന് ഇന്ന് വീട്ടിലിരുന്നു കൂടായിരുന്നോ? എന്തിനാ പാടത്തേക്ക് വന്നേ? ഇവിടെ വന്നാൽ എങ്ങനെയായാലും കാലിൽ ചെളിയാകും. ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കില്ലല്ലോ. അവന്റെ കാലിലെ മുറിവിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അവൾ ഇങ്ങനെ പറയുമ്പോഴും എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ പറയുന്നതെന്ന് അവന് മനസ്സിലായിരുന്നു. അതിലൊരു കർഷകനോടുള്ള പുച്ഛമോ പരിഹാസമോ അല്ലെങ്കിൽ ചെളിയിൽ പണിയെടുക്കുന്നവനോടുള്ള അറപ്പോ വെറുപ്പോ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അവൻ സ്നേഹത്തോടെ അവളെ ഒന്ന് നോക്കി. "ഏയ്, അത് ശരിയാവില്ല അനുപമേ. വീട്ടിലിരുന്നാൽ മനസ്സ് ഉറക്കില്ല. പിന്നെ വീട്ടിലിരിക്കാൻ മാത്രമുള്ള വലിയ മുറിവുമല്ലല്ലോ ഇത്. ഇവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനമുണ്ട്. അത് അനുപമയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല." അവൻ സ്നേഹത്തോടെ തന്നെ അവളോട് പറഞ്ഞു. അതുകേട്ട് അവളൊന്ന് ചിരിച്ചു. ആ ചിരിയിൽ പുച്ഛമോ പരിഹാസമോ അവൻ കണ്ടില്ല. പകരം വേറെ എന്തോ ഒരു ഭാവം. അതെന്താണെന്ന് അവന് മനസ്സിലായില്ല. പക്ഷേ ഇതുവരെ കണ്ടതുപോലെയുള്ളൊരു ചിരിയായിരുന്നില്ല അത്. അതിൽ വല്ലാത്തൊരു വാത്സല്യവും മതിപ്പും നിറഞ്ഞു നിന്നിരുന്നു. അത് ശരിയാ, ഞാനത് മറന്നുപോയി. ദേവേട്ടൻ അതിന് റെസ്റ്റ് എടുക്കാത്ത കർഷകനാണല്ലോ. ദേവേട്ടന്റെ അധ്വാന സ്ഥലവും വിശ്രമസ്ഥലവും ഒക്കെ ഇവിടെ തന്നെയായിരിക്കും അല്ലേ? അവളൊരു ചിരിയോടെ തന്നെ ചോദിച്ചു. അവൻ അതിന് ഒന്ന് ചിരിച്ചതേയുള്ളൂ. എങ്കിലും മനസ്സ് വല്ലാതെ നിറയുന്നത് പോലെ അവന് തോന്നി. കൃഷി ചെയ്യുന്നവരെക്കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ മണ്ണിനെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ, സത്യം, അവൾ വീണ്ടും പറഞ്ഞു. കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും മാത്രം കേട്ടു ശീലിച്ച അവന് തന്റെ കഠിനാധ്വാനത്തെ ആദ്യമായി ഒരാൾ പ്രശംസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് ദേവേട്ടൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. ഇതുവരെ ഒരിടത്ത് അങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കായിരിക്കല്ലോ. അതുകൊണ്ടാ ഞാൻ ദേവേട്ടനെ ശ്രദ്ധിച്ചത്. അപ്പോഴാ കാലിലെ മുറിവ് കണ്ടത്. പേടിച്ചു പോയി ഞാൻ. എന്താ പറ്റിയതെന്ന് അറിയില്ലല്ലോ. പറയുമ്പോൾ ഇന്നലെ അവൾ നന്നായി പേടിച്ചു പോയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. ദേവന് എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. നിറഞ്ഞ മനസ്സോടെ അവളെ നോക്കി നിൽക്കാനേ അവന് പറ്റിയുള്ളൂ. "എന്നാ ശരി ദേവേട്ട, ഞാൻ പോട്ടെ. ഇന്ന് ഇത്തിരി ലേറ്റായിപ്പോയി. മക്കള് എത്തിത്തുടങ്ങിയിട്ടുണ്ടാകും." വാച്ചിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. നോക്കിപ്പോ, അവൻ പറഞ്ഞതും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. എങ്കിലും അവൾ അത് വേഗം പിടിച്ചു നിർത്തി. ഹൃദയത്തിനകത്ത് എന്തോ ഒരു തണുപ്പ് പോലെ. എന്നാൽ പെട്ടെന്ന് മായയെ ഓർമ്മ വന്നതും ആ തണുപ്പ് നിന്നുപോയി. അവിടം ഇപ്പോൾ ചുട്ടുപൊള്ളുന്നത് പോലെ.
പിന്നെ ദേവേട്ട, മുറിവ് ശ്രദ്ധിക്കണം. ഉണങ്ങുന്നത് വരെ മുറിവിൽ നനവ് തട്ടാതെ നോക്കണം. അവൾ വീണ്ടും അവനെ ഓർമ്മിപ്പിച്ചു. അവനൊന്ന് തലയാട്ടി. പിന്നീടൊരു നോട്ടത്തിന് പോലും ഇടം കൊടുക്കാതെ അവൾ വേഗത്തിൽ മുൻപോട്ട് നടന്നു. അവൾ ദൂരേക്ക് നടന്നു പോകുന്നത് ദേവൻ നോക്കി നിന്നു. എന്തിനെന്നറിയാതെ കണ്ണിന് കാണാൻ പറ്റാവുന്ന ദൂരത്തോളം അവൻ്റെ കണ്ണുകൾ അവളെ പിന്തുടർന്നു. അവൾ കണ്ണിൽ നിന്നും മറഞ്ഞിട്ടും ദേവൻ അവിടെ തന്നെ നിന്നു. ഇന്നലെ രാത്രിയിൽ നടന്നതെല്ലാം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ അവളെക്കുറിച്ച് പറഞ്ഞത് അവനോർത്തു. ദേവകിയുടെയും സത്യൻ്റെയും മോളല്ലേ, അപ്പോൾ അങ്ങനെയേ വരൂ. അവര് അങ്ങനെയാ ആ കുട്ടിയെ വളർത്തിയത്. കുട്ടിക്കിപ്പോൾ ആലോചനകളൊക്കെ വന്നു തുടങ്ങി. പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. വരുന്നവർക്കൊക്കെ അവളെ ഇഷ്ടമാകുന്നുണ്ട്. പക്ഷേ ആ കുട്ടിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടെന്ന്. എന്തായാലും അവളെ കെട്ടുന്നവൻ്റെ ഭാഗ്യമായിരിക്കും. കാണാനും കൊള്ളാം, സ്വഭാവം അതിലും നല്ലത്. ശരിയാണ്, അവളെ കെട്ടുന്നവൻ അത്രയും ഭാഗ്യം ചെയ്തവനായിരിക്കും. അവളുടെ സ്വഭാവം അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ തന്നോട് ഇത്രയും ദയ കാണിക്കുമോ? ഒരു അറപ്പും വെറുപ്പുമില്ലാതെ തൻ്റെ കാൽ കഴുകി തരുമോ? അത്രയും കാലം എല്ലാവരിൽ നിന്നും പുച്ഛവും പരിഹാസവും കേട്ടതുകൊണ്ടാകണം അവനിത് വലിയ കാര്യമായിരുന്നു. പ്രത്യേകിച്ച് മായയുടെ പെരുമാറ്റം ആലോചിക്കുമ്പോൾ. കുളിച്ചു കഴിഞ്ഞിട്ട് പോലും തൻ്റെ അരികിലേക്ക് വരാൻ അറപ്പ് കാണിക്കുന്നവൾ. അവളുടെയൊക്കെ മുൻപിൽ അനുപമയെ എങ്ങനെ പുകഴ്ത്തിയാലും മതിയാകാതെ വരും. അവനൊരു ചിരിയോടെ ഓർത്തു. പിന്നെ പതിയെ തിരിഞ്ഞ് പണിക്കാരുടെ അടുത്തേക്ക് നടന്നു തുടങ്ങി. അനുപമയുടെ നിഷ്കളങ്കമായ നോട്ടവും ചിരിയും കരുതലുള്ള വാക്കുകളും പ്രവൃത്തിയും അവനറിയാതെ തന്നെ അവൻ്റെ മനസ്സിൽ അവളെന്ന പെണ്ണിനെ പ്രതിഷ്ഠിച്ചു തുടങ്ങുകയായിരുന്നു ആ നിമിഷം. അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നൊരു പുതു വെളിച്ചമായിരുന്നു അവൾ. അവൻ പോലും അറിയാതെ അവൻ്റെ ഉള്ളിൽ പ്രണയത്തിൻ്റെ പുതു ഇതളുകൾ പതിയെ വിരിഞ്ഞു തുടങ്ങി. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ദേവനും അനുപമയും രാവിലെയും വൈകിട്ടും വയലിൻ്റെ ഭാഗത്ത് വെച്ച് കണ്ടുമുട്ടും. ചില ദിവസങ്ങളിൽ ദേവൻ എന്തെങ്കിലും തിരക്കിട്ട ജോലിയിലായിരിക്കും. അല്ലെങ്കിൽ അനുപമ അംഗൻവാടിയിലേക്ക് പോകാനുള്ള ഓട്ടപ്പാച്ചിലിലും. അതിനിടയ്ക്ക് സംസാരിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി ചിരിക്കും. ഒഴിവു സമയങ്ങളിൽ മാത്രം എന്തെങ്കിലും സംസാരിക്കും. ദേവനുമായി സംസാരിക്കാൻ തുടങ്ങിയ ശേഷം കഷ്ടത്തിലായത് അനുപമയാണ്. എങ്ങനെയൊക്കെയോ ദേവനെ മറക്കാൻ ശ്രമിച്ചു തുടങ്ങിയതാണ് അവൾ. പക്ഷേ ഇപ്പോൾ എന്നും തമ്മിൽ ചിരിക്കുകയും വല്ലപ്പോഴും സംസാരിക്കുകയും ചെയ്തു തുടങ്ങിയതുകൊണ്ട് അവളിൽ അവൻ വീണ്ടും ചലനമുണ്ടാക്കി കഴിഞ്ഞിരുന്നു. എത്ര ശ്രമിച്ചിട്ടും മറക്കാൻ പറ്റാത്തതുപോലെ. അവൻ തൻ്റെയാണ്, അവൻ തനിക്ക് സ്വന്തമായിരുന്നെങ്കിൽ എന്ന് മനസ്സ് വാശി പിടിക്കുന്നത് പോലെ. അവളാണെങ്കിൽ ഇതുവരെയും ദേവനും മായയും തമ്മിലുള്ള വിവാഹം മുടങ്ങിയ കാര്യം അറിഞ്ഞിട്ടില്ല. ദേവനാണെങ്കിൽ അതേപ്പറ്റി ഇവളോട് സംസാരിച്ചിട്ടുമില്ല. മറക്കാനും വയ്യ, വിട്ടുകൊടുക്കാനും വയ്യ. ആ അവസ്ഥയിലായിരുന്നു അനുപമ. ദിവസങ്ങൾ പതിയെ കടന്നുപോയി. ദേവന്റെ മനസ്സിൽ അനുപമ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും അവളോടുള്ള തൻ്റെ സ്നേഹം ഇപ്പോൾ ദേവനും തിരിച്ചറിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചു ദിവസമായി ദേവൻ എന്തെങ്കിലും സംസാരിക്കാൻ നിൽക്കുമ്പോഴേക്കും ഇല്ലാത്ത തിരക്കുണ്ടാക്കി അവൾ എന്തെങ്കിലും പറഞ്ഞ് ദൂരേക്ക് പോകും. ഇനിയും അവനുമായി സംസാരിച്ചാൽ അത് ശരിയാവില്ലെന്ന് തോന്നി തുടങ്ങിയതും അവൾ പതിയെ അവനിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിച്ചു. അന്നൊരു ദിവസം വൈകിട്ട് അവൾ അംഗൻവാടി വിട്ട് വീട്ടിലേക്ക് വരികയായിരുന്നു. ദേവന്റെ വയലിന്റെ അവിടെ എത്തിയതും അവളുടെ കണ്ണുകൾ അവിടം ചുറ്റുമൊന്ന് അലഞ്ഞു. അവിടെയൊന്നും പ്രതീക്ഷിച്ച ആളെ കാണാതെ വന്നതും അവളുടെ കണ്ണുകൾ ചുരുങ്ങി. അവൾ വീണ്ടും അവിടെയൊന്നാകെ കണ്ണോടിച്ചു. ഇല്ല, ഇവിടെ എങ്ങുമില്ല. ഇതെവിടെ പോയോ ആവോ? അവൾ ചിന്തിച്ചു പോയി. പിന്നെ അവളൊരു നെടുവീർപ്പോടെ ഓർത്തു, വേണ്ട, കാണാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അവൾ പതിയെ മുൻപോട്ട് നടന്നു. എന്നാൽ കുറച്ച് മാറിയുള്ള ഒരു മരത്തിന്റെ പിറകിൽ മറഞ്ഞു നിന്നിരുന്ന ദേവൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി. പിന്നെ എന്തോ ഒന്ന് ആദ്യമേ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ മുൻപോട്ട് നടന്നു. വയല് കഴിഞ്ഞുള്ള റോഡിൽ നിന്നും ഇടവഴിയിലേക്ക് കയറുമ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് മുൻപിലേക്ക് ദേവൻ വന്നു നിന്നത്. അവൾ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. വേറെ ആരോ ആണെന്ന് കരുതി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവൾ ഒരടി പിന്നിലേക്ക് വെച്ചുപോയി. മുൻപിൽ ദേവനാണ് നിൽക്കുന്നതെന്ന് കണ്ട് അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. ദേവേട്ടനോ? ഞാൻ പേടിച്ചു പോയി. അവൾ ദേവനെ നോക്കി പറഞ്ഞു. നീ ഇത് ആരെയാ നോക്കിയത്? അവൻ അവളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ തന്നെ അവളോട് ചോദിച്ചു. ഞാൻ ആരെ നോക്കാൻ? ദേവേട്ടൻ ഇതെന്തൊക്കെയാ ഈ പറയുന്നേ? അവൾ പതിയെ ചോദിച്ചു. ഇല്ലേ, നോക്കിയില്ലേ? വയലിന്റെ ഭാഗത്ത് എത്തിയപ്പോൾ നീ ആരെയോ ചുറ്റിലും നോക്കുന്നത് പോലെ തോന്നി. ഞാൻ കരുതി എന്നെയാവുമെന്ന്. അതാ ഇപ്പോൾ തന്നെ വന്നേ, അവൻ പറഞ്ഞു.
ഇപ്പോഴും അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെയാണ്, അവളുടെ ഓരോ ഭാവവും ശ്രദ്ധിച്ചുകൊണ്ട്. ഏയ് ഇല്ല, ദേവേട്ടന് വെറുതെ തോന്നിയതാവും. ഞാൻ ആരെയും നോക്കിയില്ല. പറയുമ്പോൾ അവൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ നോട്ടം പലപ്പോഴും അവന്റെ കണ്ണുകളിൽ തട്ടി ഉടഞ്ഞു വീണു. എന്നാ എനിക്ക് തോന്നിയതാവും. അവൻ പറഞ്ഞതും അവളൊന്ന് അവനെ തന്നെയൊന്ന് നോക്കി. എന്തോ അവന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ തളർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. അനുപമ ഇപ്പോൾ ഫ്രീ ആണോ? ഒരു 5 മിനിറ്റ് ഒന്ന് നിൽക്കാവോ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, അവൻ പറഞ്ഞു. അവളൊന്ന് അവനെ നോക്കി. എന്താണേലും ദേവേട്ടൻ പറഞ്ഞു. അവൻ എന്താണ് പറയാൻ പോകുന്നതെന്നോർത്ത് അവൾക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടുമായിരുന്നില്ല. അവളുടെ ഉള്ളിലെ അവനോടുള്ള ഇഷ്ടം ഇതുവരെ ആരോടും ഒന്ന് സൂചിപ്പിച്ചിട്ട് പോലുമില്ലെങ്കിലും അവനത് മനസ്സിലായിട്ടുണ്ടാകുമോ എന്ന ടെൻഷനായിരുന്നു അവൾക്ക്. അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനാകുമോ എന്നവൾ ചിന്തിക്കാതെ ഇരുന്നില്ല. അല്ലേൽ വേണ്ട, താൻ ചെല്ല്, ഞാൻ അത് പിന്നെ ചോദിക്കാം. ഇപ്പോൾ വിയർപ്പും ചെളിയുമായി ഞാൻ ആകെ മുഷിഞ്ഞിരിക്കുക. അത് സാരില്ല, എനിക്ക് പ്രശ്നമില്ല. പാടത്ത് പണിയെടുത്താൽ പിന്നെ ചെളിയും വിയർപ്പും ഉണ്ടാകില്ലേ? അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവനെന്തോ അവൾ പറയുന്നത് കേട്ട് അവളോട് വല്ലാത്തൊരു വാത്സല്യം തോന്നിപ്പോയി ആ സമയത്ത്. ഇതുകൊണ്ടൊക്കെയാണ് അവളോട് അവന് ഇത്രയും വല്ലാത്തൊരു അടുപ്പവും സ്നേഹവും തോന്നുന്നത്. പുച്ഛവും പരിഹാസവും മാത്രം തന്നവരുടെ ഇടയിൽ അവൾ വല്ലാത്തൊരു അത്ഭുതമായിരുന്നു അവന്. എന്നാ അനുപമയ്ക്ക് ഇന്നൊന്ന് അമ്പലത്തിൽ വരാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം, അവിടെ വെച്ച് പറയാം. അവൻ ചോദിച്ചതും അവൾ സമ്മതമെന്നോണം ഒന്ന് തലയാട്ടി. എങ്കിൽ ഞാനൊരു 5:30 മണിയാകുമ്പോൾ വരാം. അമ്പലക്കുളത്തിന്റെ അവിടെയുണ്ടാകും. തനിക്ക് ബുദ്ധിമുട്ടാകുമോ? അവൻ ചോദിച്ചു. ഇല്ല, ഞാൻ വരാം, അവൾ പറഞ്ഞു. എന്നാ ചെല്ല്, ഞാൻ അങ്ങ് വന്നേക്കാം. അവൻ പറഞ്ഞതും അവളൊന്ന് പതിയെ തലയാട്ടിക്കൊണ്ട് മുൻപോട്ട് നടന്നു. കുറച്ച് മുൻപോട്ട് എത്തിയതും അവളൊന്ന് തിരിഞ്ഞു നോക്കി. അവിടെ ആ ഇടവഴിയിൽ അവളെ തന്നെ നോക്കി നിൽക്കുന്ന ദേവനെ കണ്ട് അവൾ വേഗം മുൻപോട്ട് തന്നെ തിരിഞ്ഞു കളഞ്ഞു. അവളുടെ കണ്ണുകളൊന്ന് ചുരുങ്ങി. അവിടെ നിന്നും പോരുമ്പോൾ എന്തൊക്കെയോ ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുകയായിരുന്നു അവൾ. ദൂരേക്ക് നടന്നു മറയുന്ന അവളെ കണ്ട് അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവളെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അവൾക്കും തന്നോട് എന്തോ ഒരു ഇഷ്ടമുള്ളതുപോലെ തോന്നുന്നു. ഒരു പക്ഷേ അത് തന്റെ വെറുമൊരു തോന്നലായിരിക്കാം. എന്താണെങ്കിലും തന്റെ മനസ്സിലുള്ളത് അവളോട് തുറന്നു പറയണം. അവൾക്ക് സമ്മതമാണെങ്കിൽ സുഖവും ദുഃഖവും സന്തോഷവും സങ്കടവും ഒരുപോലെ പങ്കിടാൻ തൻ്റേത് മാത്രമായി അവളെ തൻ്റെ കൂടെ കൂട്ടണം. അതൊരിക്കലും അവളെ നിർബന്ധിച്ചിട്ടാവില്ല. ഒരു ഉറുമ്പിന്റെ അത്ര പോലും അവളുടെ മേൽ താൻ നിർബന്ധം പിടിക്കില്ല. അവിടെ നിന്നും തിരിഞ്ഞു നടക്കുമ്പോൾ അവനത് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. സന്ധ്യാസമയം. അമ്പലത്തിൽ നിന്നും ഉച്ചത്തിൽ ഭക്തിഗാനം കേൾക്കുന്നുണ്ട്. കർപ്പൂരത്തിന്റെയും ചന്ദനത്തിന്റെയും ഗന്ധത്തോടൊപ്പം അതിങ്ങനെ ആ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നതുപോലെ. ദേവനാണ് ആദ്യം അമ്പലത്തിൽ എത്തിയത്. അവൻ പ്രാർത്ഥിച്ച് തൊഴുതിറങ്ങിയ ശേഷം നേരെ അമ്പലക്കുളത്തിലേക്ക് നടന്നു. അവിടെ അധികം ആരുമില്ല. അവൻ പതിയെ ആ കുളപ്പടവിറങ്ങി ഒരു സൈഡിലായി ഇരുന്നു. എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലൊരു സമാധാനം മനസ്സിപ്പോൾ അറിയുന്നുണ്ട്. ഹൃദയമൊന്ന് തണുത്തതുപോലെ. അവനൊരു നേർത്ത പുഞ്ചിരിയോടെ തന്നെ ആ കുളപ്പടവിൽ അവളെയും കാത്തിരുന്നു. അനുപമയും നേരെ ചെന്നത് ശ്രീകോവിലിന് മുൻപിലേക്കാണ്. എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു. മറ്റൊരു പെണ്ണുമായി വിവാഹം പറഞ്ഞുറപ്പിച്ചവനാണ്. ആ അവനെ, തന്റെ പ്രണയത്തെ തനിക്ക് തരാൻ വേണ്ടി പറയുമ്പോൾ തന്നെപ്പോലൊരു പെണ്ണ് തന്നെയാണ് മറുഭാഗത്തും. അവളെ കരയിപ്പിക്കേണ്ടി വരും. പക്ഷെ അവനെ ഒട്ടും മറക്കാൻ പറ്റുന്നുമില്ല. ആകെ എന്തു ചെയ്യും എന്നറിയാത്തൊരവസ്ഥ. എങ്കിലും അവിടെ ചെന്ന് അവൾ അവളുടെ മനസ്സ് പൂർണ്ണമായും തുറന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം അവൾ നേരെ ചെന്നത് അമ്പലക്കുളത്തിലേക്കാണ്. എന്തോ അവൾക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നുണ്ടായിരുന്നു ആ സമയം. എന്താണ് അവന് പറയാനുള്ളതെന്ന ആശങ്കയിലായിരുന്നു അവൾ. കുളത്തിലേക്കുള്ള ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറിയതും കണ്ടു ഒരു ഭാഗത്തായി ഇരിക്കുന്ന ദേവനെ. അവൻ കുളത്തിലേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. കറുപ്പ് ഷർട്ടും കറുത്ത കര വരുന്ന വെള്ള മുണ്ടുമാണ് അവന്റെ വേഷം. അവനെ കണ്ടതും അവളുടെ കണ്ണുകളൊന്ന് വിടർന്നു. തന്റെ പ്രണയം, പക്ഷെ അത് അനുഭവിക്കാനുള്ള ഭാഗ്യമില്ല. അവൾക്ക് വല്ലാത്ത വേദന തോന്നി. അവൾ അവനരികിലേക്ക് ചെന്നു. അരികിലൊരു കാലനക്കം മറിഞ്ഞതും ദേവനൊന്ന് തിരിഞ്ഞു നോക്കി. കരിനീല കളറിലൊരു ചുരിദാറാണ് അവൾ ഇട്ടിരിക്കുന്നത്. യാതൊരു ചമയങ്ങളുമില്ല. നെറ്റിയിൽ ഒരു കുഞ്ഞു കറുത്ത പൊട്ട് മാത്രം തൊട്ടിട്ടുണ്ട്. അതിനു മുകളിൽ അമ്പലത്തിൽ നിന്നും കിട്ടിയ ചന്ദനം ചെറുതായി തൊട്ടിട്ടുണ്ട്. അവളെ കാണാൻ അവന് വല്ലാത്തൊരു ഭംഗി തോന്നി.
കണ്ണെടുക്കാതെ ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കി നിന്നുപോയി. ദേവേട്ടൻ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? അവൾ ചോദിച്ചു. അവൾക്കതാണ് അറിയേണ്ടിയിരുന്നത്. അതറിയുന്നതുവരെ അവൾക്ക് ഇനിയൊരു സ്വസ്ഥതയില്ല. നീ ഇരിക്കി, ഞാൻ പറയാം. ദേവൻ പറഞ്ഞതും അവൾ അവനിൽ നിന്നും കുറച്ചു മാറി അവനിരുന്ന അതേ കുളപ്പടവിലേക്കിരുന്നു. അവളുടെ കണ്ണുകൾ അവന്റെ മുഖത്താണ്. ദേവൻ അവളെ ഒന്ന് മുഖമുയർത്തി നോക്കിയതും അവരുടെ കണ്ണുകൾ തമ്മിൽ ഒന്ന് ഇടഞ്ഞു. അവളൊരു വെപ്രാളത്തോടെ അവന്റെ മുഖത്തു നിന്നും നോട്ടം മാറ്റി. പിന്നെ വെറുതെ കുളത്തിലേക്ക് നോക്കിയിരുന്നു. അവളുടെ വെപ്രാളവും പരവേശവും കണ്ട് ദേവന് ചിരി വന്നുപോയി. പക്ഷേ അവനത് പുറത്തേക്ക് കാണിച്ചില്ല. അനു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുറച്ചു ദിവസങ്ങളായി ഞാനിത് മനസ്സിൽ കൊണ്ടു നടക്കുന്നു. ഇനിയും ഇത് പറയാതെ വയ്യ. അവൻ അവൾ നോക്കിയിരിക്കുന്നത് പോലെ പതിയെ കുളത്തിലേക്ക് നോക്കിക്കൊണ്ട് നേർത്ത സ്വരത്തിൽ പറഞ്ഞു തുടങ്ങി. അവൾ അവനെ ഒന്ന് മുഖമുയർത്തി നോക്കി. അവൻ വിളിച്ച അനു എന്ന പേരിൽ കുടുങ്ങി നിൽക്കുകയായിരുന്നു അവൾ. ഇതുവരെയും അനുപമയെന്ന് മുഴുവൻ പേര് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ആദ്യമായാണ് തന്നെ അവൻ അനു എന്ന് വിളിക്കുന്നത്, അതും അത്രയും നേർത്ത സ്വരത്തിൽ. അവൾക്ക് അവന്റെ നാവിൽ നിന്നും ആ പേര് വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതി തോന്നി. എന്താ ദേവേട്ട, എന്താണേലും തുറന്നു പറഞ്ഞോ? അവൾ പതിയെ ദേവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അത് വേറൊന്നുമല്ല അനു, എനിക്ക് നിന്നെ ഇഷ്ടാണ്. അവൻ അവളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ തന്നെ പറഞ്ഞു. അവൻ പറയുന്നത് കേട്ട് അവളൊന്ന് ഞെട്ടിയെന്ന് പറഞ്ഞാൽ ശരിക്കും ഞെട്ടി. ഒരു നിമിഷം അവൾക്ക് കേട്ടത് സത്യമാണെന്ന് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അത്രയും ആഗ്രഹിച്ചതാണ് അവനെ, സ്നേഹിച്ചതാണ്. ആ അവനിൽ നിന്നും തന്നെ അവന് തന്നെ ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ അവൾ എങ്ങനെ ഞെട്ടാതെയിരിക്കും? എന്തേ ഇങ്ങനെ നോക്കുന്നേ? വിശ്വാസമായില്ലേ? ഞെട്ടി നിൽക്കുന്ന അവളെ കണ്ട് അവൻ ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. പറയാൻ അവൾക്ക് ആകുന്നുണ്ടായിരുന്നില്ല. ഒരു നിമിഷം കൊണ്ട് തൊണ്ട വറ്റി വരണ്ടു പോയിരിക്കുന്നു. അവൾ വിശ്വാസം വരുന്നില്ലെന്ന് പതിയെ തലയാട്ടി. അതുകണ്ട് അവനൊന്ന് പതിയെ ചിരിച്ചു. സത്യം, എനിക്ക് നിന്നെ ഇഷ്ടമാണ് അനു. അത് എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ പാടം, കൃഷി, ഇതൊക്കെ എൻ്റെ ജീവനാണ് അനുപമേ. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കാണുന്നത് ഈ കൃഷിയല്ലേ, പാടത്ത് പണിയെടുക്കുന്ന അച്ഛനെയും അച്ഛനെയുമല്ലേ. അങ്ങനെ എപ്പോഴോ എനിക്കും ഇതിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോയി. അല്ലാതെ വേറെ ജോലി കിട്ടാത്തത് കൊണ്ടല്ല, ശ്രമിക്കാത്തത് കൊണ്ടാ. ഇങ്ങനെ പാടത്ത് പണിയെടുത്ത് നമ്മൾ നട്ടുണ്ടാക്കുന്നത് വിളഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് മറ്റേത് ജോലിയെടുത്താലും എനിക്ക് കിട്ടില്ല. അവൻ പറയുമ്പോൾ അവൾക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ എന്താ ഈ പറയുന്നതെന്ന് നീ ചിന്തിക്കുന്നുണ്ടാകുമല്ലേ? വേറൊന്നുമല്ല, ഞാനൊരു കർഷകനാണ്. മണ്ണിൽ പണിയെടുക്കുന്ന, മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു കർഷകൻ. എന്നെ ചെളിയും ചേറും മണക്കും. എൻ്റെ വിയർപ്പ് പാടത്ത് പണിയെടുക്കുന്നതിൻ്റെതാ. അതൊരു കുറച്ചിലായി എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല, ഇനി തോന്നുകയുമില്ല. പക്ഷേ എല്ലാവർക്കും ഇതൊരു കുറവാണ്, കുറച്ചിലാണ്. ഇതിൻ്റെ പേരിൽ എല്ലാവരും എന്നെ പുച്ഛിച്ചിട്ടേയുള്ളൂ, പരിഹസിച്ചിട്ടേയുള്ളൂ. പക്ഷേ നീ അങ്ങനെയല്ല. മണ്ണിൽ പണിയെടുക്കുന്നതിൻ്റെ പേരിൽ നീ ഒരിക്കലും എന്നെ പുച്ഛിച്ചിട്ടില്ല, പരിഹസിച്ചിട്ടില്ല. നല്ല വാക്ക് പറഞ്ഞിട്ടേയുള്ളൂ. അങ്ങനെ നല്ല വാക്ക് പറഞ്ഞ ഒരേ ഒരാൾ നീയാണ്. എപ്പോഴോ നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. ചിലപ്പോഴൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട് നിനക്കെന്നോട് എന്തോ ഒരു ഇഷ്ടമുള്ളതുപോലെ. ചിലപ്പോൾ അത് എൻ്റെ വെറുമൊരു തോന്നലായിരിക്കാം. പറഞ്ഞുകൊണ്ട് അവനൊന്ന് പതിയെ ചിരിച്ചു. അവൻ പറയുന്നതെല്ലാം കേട്ട ഞെട്ടലിലാണ്. എന്നെ സ്നേഹിച്ചതുകൊണ്ട് നിനക്കൊരിക്കലും കഷ്ടപ്പെടേണ്ടി വരില്ല, പട്ടിണി കിടക്കേണ്ടി വരില്ല, കണ്ണീര് കുടിക്കേണ്ടി വരില്ല. പക്ഷേ കർഷകന്റെ ഭാര്യ, ചെളിയിലും ചേറിലും പണിയെടുക്കുന്നവന്റെ ഭാര്യ, അങ്ങനെ ഒരു പേര് നീ എപ്പോഴും എല്ലായിടത്തും ചിലപ്പോൾ കേൾക്കേണ്ടി വരും. അതല്ലാതെ ഒരു കുറവും നിനക്ക് വരുത്താതെ ഞാൻ നോക്കിക്കോളാം. അതിന് നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ വിളിച്ചോട്ടെ. നീ പേടിക്കേണ്ട, ഒരിക്കലും നിന്നെ ഞാൻ നിർബന്ധിക്കില്ല. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, അവൻ പറഞ്ഞു. പറയ്, നിനക്ക് സമ്മതമാണോ? എന്നെ നിനക്ക് പറ്റുമോ? അവൻ വീണ്ടും ചോദിച്ചു. അപ്പോ മായയോ? അവരോടെന്തു പറയും? അവരിതിന് സമ്മതിക്കോ? അവര് പ്രശ്നമുണ്ടാക്കില്ലേ? ആദ്യത്തെ ആ ഞെട്ടലൊന്നു മാറിയതും അവൾ ചോദിച്ചു. ഹൃദയം വല്ലാത്തൊരു ഉന്മാദം അറിയുന്നുണ്ട്. എന്തിനെന്നില്ലാതെ അതിയായി മിടിക്കുന്നുണ്ട്. ഇപ്പോഴും താനൊരു സ്വപ്നലോകത്താണെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. അവൾ ചോദിക്കുന്നത് കേട്ട് അവനൊന്ന് ചിരിച്ചു. മായയോ? അവരെന്തിന് സമ്മതിക്കണം? അവരെന്തിന് പ്രശ്നമുണ്ടാക്കണം? എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് അവരാണോ അനു? അവൻ പതിയെ ചോദിച്ചു. അതുകേട്ട് അവളുടെ കണ്ണുകളൊന്ന് ചുരുങ്ങി.
അല്ല, അപ്പോ മായയുമായി ദേവേട്ടന്റെ വിവാഹം ഉറപ്പിച്ചെന്ന് പറഞ്ഞു കേട്ടല്ലോ. അപ്പോ അത് വെറുതെയാണോ? അവൾ ചോദിച്ചു. അത് വെറുതെയൊന്നുമല്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. വിവാഹം നിശ്ചയമായി ഉറപ്പിച്ചതല്ല. മായയ്ക്ക് വിവാഹം നോക്കി തുടങ്ങിയിട്ട് കുറച്ചായില്ലേ. പക്ഷെ അവര് ജാതകം നോക്കിയപ്പോൾ ഒന്നും അങ്ങോട്ട് ശരിയായില്ല. എന്റെ കാര്യം പിന്നെ അറിയാലോ. അങ്ങനെ വന്നപ്പോൾ അവര് വെറുതെ എന്റെയും മായയുടെയും ജാതകം തമ്മിൽ ചേർത്തു വെച്ചു നോക്കി. പണിക്കര് പറഞ്ഞത് 10ൽ 10 പൊരുത്തമെന്നാ. അതും പറഞ്ഞുകൊണ്ട് അവനൊന്ന് ചിരിച്ചു. പക്ഷെ അതിലൊന്നും സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അനു. അങ്ങനെയായിരുന്നു പിന്നീട് നടന്നത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ മണ്ണിൽ പണിയെടുക്കാനേ പറ്റൂ. മണ്ണിൽ പണിയെടുക്കുമ്പോൾ ദേഹത്ത് ചേറാകും, ചെളിയാകും. അത് സാധാരണമല്ലേ. അത് എല്ലാവർക്കും ഒരു കുറച്ചില്ല. മായയുടെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചു. അവൾക്ക് കൃഷി ഇഷ്ടാണ്, എന്നെ ഇഷ്ടാണ് എന്നൊക്കെ പറഞ്ഞാണ് അമ്മാമ്മ അച്ഛനോട് ഈ ആലോചന മുൻപോട്ട് വെച്ചത്. അച്ഛനും പറഞ്ഞു അവൾ നല്ല കുട്ടിയാണ്, ഇത് നല്ലതാണ് എന്നൊക്കെ. പക്ഷെ അപ്പോഴും എന്നെ അവര് ഒന്നിനും നിർബന്ധിച്ചില്ലാട്ടോ. എല്ലാം എന്റെ ഇഷ്ടത്തിന് വിട്ടു തന്നു. ഞാൻ ആലോചിച്ചു നോക്കിയപ്പോൾ എനിക്കും തോന്നി നല്ലതാണെന്ന്. അവളെ തന്നെ ഇങ്ങനെ ഓർത്തു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കും അവളെ ഇഷ്ടമാണെന്ന്. അവൻ പറഞ്ഞു. ആ പറഞ്ഞത് അനുപമയുടെ ഹൃദയത്തിൽ തുളച്ചു കയറി. ദേവേട്ടൻ ഒരിക്കൽ അവളെ സ്നേഹിച്ചിരുന്നെന്ന് അവൾക്ക് വല്ലാതെ നൊന്തു. പക്ഷേ ആ സന്തോഷമൊന്നും കുറെ ദിവസത്തേക്ക് ഉണ്ടായിരുന്നില്ല. കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞാൻ മടുത്തുപോയി. എല്ലാവരും പറയുന്നത് പോലെ തന്നെ അവളും ഓരോന്ന് പറയാനും പ്രവർത്തിക്കാനും തുടങ്ങി. അവൻ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം കേട്ട് എന്തു പറയണമെന്നറിയാതെ ഇരുന്നു പോയി അനുപമ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോ എത്രയായി? അതിനുശേഷമല്ലേ എന്റെ കാല് മുറിഞ്ഞതും നീ എന്നെ സഹായിച്ചതുമെല്ലാം. അതിനുശേഷം മായയുടെ നല്ല ഓർമ്മകൾ പോലും എന്റെ ഓർമ്മകളിൽ വന്നിട്ടില്ല. വരാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. അവനൊരു ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ അവനെ വിടർന്ന കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ഇനി പറയ്, നിനക്കെന്നെ ഇഷ്ടാണോ? ഒരു വിവാഹം തന്നെ ഇനി വേണ്ടെന്ന് ചിന്തിച്ചു പോയവനാണ് ഞാൻ. ആ ചിന്ത മാറിയത് തന്നെ നിന്നെ അടുത്തറിഞ്ഞതിന് ശേഷമാണ്. നിന്റെ കൂടെ ഞാൻ സന്തോഷമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മാത്രമല്ല, നീയും. അവൻ പറഞ്ഞുകൊണ്ട് അവളെയൊന്ന് നോക്കി. അത് ഞാൻ പറയുമ്പോൾ ദേവേട്ടൻ വിശ്വസിക്കോ എന്നെനിക്ക് അറിയില്ല. എനിക്ക് ദേവേട്ടനെ ഇഷ്ടാണ്. അത് ഇപ്പോ ഒന്നും തുടങ്ങിയൊരു ഇഷ്ടല്ല. വർഷങ്ങളുടെ പഴക്കം കാണും അതിന്. വിവരം വെച്ച കാലം മുതൽ എനിക്ക് ദേവേട്ടനെ ഇഷ്ടാ. അല്ല, അങ്ങനെയല്ല. എനിക്ക് ഇഷ്ടം തോന്നിയ ഒരേ ഒരാൾ അത് ദേവേട്ടനാണ്. ദേവേട്ടൻ അങ്ങനെ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാ എനിക്ക് ആ സ്ഥാനത്ത് വേറെ ഒരാളെയും കാണാൻ സാധിക്കാത്തത്. എല്ലാ ആലോചനകളും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വേണ്ടെന്ന് വെക്കുന്നത്. അവൾ പറയുമ്പോൾ ദേവൻ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. അവൾക്ക് തന്നോടൊരു ഇഷ്ടമുണ്ടോ എന്നൊരു സംശയം തോന്നിയിരുന്നു. എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊന്ന് ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് ഒരിക്കലും അവൻ വിചാരിച്ചിരുന്നില്ല. എന്നിട്ട് നീ എന്താ എന്നോടിത് പറയാതിരുന്നേ? അവൻ വിടർന്ന കണ്ണുകളോടെ അത്ഭുതത്തിൽ തന്നെ ചോദിച്ചു. അതിന് അവളൊന്ന് പതിയെ ചിരിച്ചു. അറിയില്ല ദേവേട്ട, എന്തോ പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ആരും അറിയാതെ ആരോടും പറയാതെ കൊണ്ടു നടക്കാനേ എനിക്ക് പറ്റിയുള്ളൂ. പറഞ്ഞുകൊണ്ട് അവൾ മെല്ലെ കണ്ണുകൾ താഴ്ത്തി. പിന്നെ മായയുമായി ദേവേട്ടന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ടപ്പോൾ ഞാൻ എന്താ പറയാ? എനിക്കറിയില്ല ഞാനത് എങ്ങനെയാ സഹിച്ചേന്ന്. ഒത്തിരി കരഞ്ഞു. ദേവേട്ടനോട് വന്ന് പറഞ്ഞാലോ എന്ന് ഒത്തിരി വട്ടം ചിന്തിച്ചതാ. പക്ഷേ പിന്നീട് തോന്നി അത് വേണ്ടെന്ന്. മായ നല്ല കുട്ടിയാ. പോരാത്തതിന് നിങ്ങൾ കുടുംബവും. അതിൻ്റെയൊക്കെ മുൻപിൽ എൻ്റെ ഇഷ്ടം ഒന്നുമല്ലാതെയായി പോകുമെന്ന് തോന്നി. ഞാൻ ഒത്തിരി കരഞ്ഞാലും ദേവേട്ടൻ വേദനിക്കരുതെന്ന് തോന്നി. ദേവേട്ടൻ എന്നും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് തോന്നി. അതാ ഞാൻ. അവളുടെ ഉള്ളിലെ വിങ്ങൽ എത്രമാത്രമുണ്ടെന്ന് അവൾ പറയുന്നതിൽ നിന്നും തന്നെ അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവൾ പറയുന്നത് കേൾക്കെ ദേവന് വല്ലാത്ത അത്ഭുതം തോന്നി. തനിക്ക് വേണ്ടി താൻ അറിയാതെ തന്നെ ഒരാൾ അവൾ തന്നെ സ്നേഹിച്ചിരിക്കുന്നു. തനിക്ക് വേണ്ടി കരഞ്ഞിരിക്കുന്നു. അവന് അവളോട് വല്ലാത്തൊരു സ്നേഹവും വാത്സല്യവും ഒക്കെ തോന്നിപ്പോയി. അവൻ അവളെ തന്നെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ചുണ്ടുകൾ വിതുമ്പുന്നുണ്ട്. കൈകൾ വിറയ്ക്കുന്നുണ്ട്. ദേവൻ ഒന്ന് ആലോചിച്ച ശേഷം പതിയെ അവളുടെ വിരലിലൊന്ന് തൊട്ടു. അവന്റെ വിരലുകളും വിറച്ചിരുന്നു ആ സമയം. അവൾ എങ്ങനെ പ്രതികരിക്കും എന്നൊരു പേടി അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എങ്കിലും തന്നെ ഇഷ്ടമാണെന്ന് അവൾ തുറന്നു പറഞ്ഞതായിരുന്നു അങ്ങനെ ചെയ്യുവാനുള്ളൊരു ഏക ധൈര്യം. അവൻ അവളുടെ വിരലിൽ തൊട്ടതും അവളൊന്ന് ഞെട്ടിവിറച്ചു. പക്ഷെ അവൾ മുഖമുയർത്തി നോക്കിയില്ല. എങ്കിലും അവളുടെ ആ വിറയൽ ദേവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു.
അനു, ദേവൻ പതിയെ വിളിച്ചു. അവളൊന്ന് മൂളിയതേയുള്ളൂ. എന്നെ നോക്ക് അനു. താഴേക്ക് തന്നെ നോക്കിയിരിക്കുന്ന അവളെ കണ്ട് അവൻ പറഞ്ഞു. അവൾ പതിയെ മുഖമുയർത്തി അവനെ നോക്കി. അവളുടെ നിറഞ്ഞു കലങ്ങിയ കണ്ണുകൾ, മൂക്കിൻ തുമ്പ് ചോര തൊട്ടെടുക്കാൻ പാകത്തിൽ ചുവന്നിട്ടുണ്ട്. അവനാകെ വല്ലാതെയായി. അനു, എന്താ ഇത്? അവനൊരു വല്ലായ്മയോടെ ചോദിച്ചു. സന്തോഷം കൊണ്ടാ. ഇടം കൈകൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളൊരു ചിരിയോടെ പറഞ്ഞു. മറ്റേ കൈ ഇപ്പോഴും ദേവന്റെ കയ്യിലാണ്. അവൻ അവളോട് വല്ലാത്തൊരു സ്നേഹം തോന്നി. വല്ലാത്തൊരു സ്നേഹമെന്ന് വെച്ചാൽ വല്ലാത്തൊരു സ്നേഹം. ആർക്കും വിട്ടുകൊടുക്കാത്തതുപോലെ അവളെ ഇങ്ങനെ ഇറുക്കെ മുറുക്കി പിടിക്കാൻ തോന്നി. അത്രയ്ക്ക് ഇഷ്ടാണോ എന്നെ? അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ദേവൻ ചോദിച്ചു. അവനോടുള്ള ഇഷ്ടം വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് തോന്നി. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ അതേ എന്ന് തലയാട്ടി. അവളുടെ കണ്ണിൽ നിന്നും വീണ്ടും കണ്ണുനീർ കവിളിലൂടെ താഴേക്കൊഴുകി. സാരില്ല, പോട്ടെ. എനിക്ക് അറിയാത്തതുകൊണ്ടല്ലേ പറഞ്ഞുകൊണ്ട് അവനത് അവന്റെ ഒരു കൈയാൽ തുടച്ചു കൊടുത്തു. അവന്റെ വിരലുകൾ കവിളിൽ തൊട്ടതും അവൾ വീണ്ടും ഒന്ന് വിറച്ചു. ഇനി ഞാനുണ്ടല്ലോ കൂടെ. അവൻ വീണ്ടും അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ പറഞ്ഞു. അവൾക്ക് സങ്കടം വന്നു. അവൾ വീണ്ടും കരഞ്ഞു. കരയല്ലേ അനു, ഇനി എന്തിനാ കരയുന്നേ? അവനൊരു അലിവോടെ തന്നെ അവളോട് ചോദിച്ചു. സന്തോഷം കൊണ്ടാ ദേവേട്ട. എനിക്ക് ഒത്തിരി സന്തോഷായി. സത്യം പറഞ്ഞ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ എൻ്റെ വെറും ഒരു സ്വപ്നമായി തോന്നുക. ഞാൻ വിശ്വസിച്ചോട്ടെ ദേവേട്ട, ഇതെല്ലാം സത്യമാണെന്ന്, എന്നും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് പ്രതീക്ഷയോടെ നോക്കി. വിശ്വസിക്കാം. ഈ ദേവിയാണിൽ സത്യം. ദേവന് നിന്നെ ഇഷ്ട. ഇവിടേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് ഇഷ്ട. ഞാൻ അറിയാതെ, ആരോടും പറയാതെ എന്നെ ഒത്തിരി സ്നേഹിച്ചതല്ലേ? എനിക്ക് വേണ്ടി ഒത്തിരി കരഞ്ഞതല്ലേ? അതിനൊക്കെ പകരം നിന്നെ എത്ര സ്നേഹിച്ചാലും എങ്ങനെയൊക്കെ സ്നേഹിച്ചാലും മതിയാകാതെ വരും. അവൻ പറയുമ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. പക്ഷേ അനു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും എനിക്ക് പറയാതെ വയ്യ. അവൻ പറയുമ്പോൾ അവളുടെ കണ്ണുകളൊന്നു ചുരുങ്ങി. എന്താ ദേവേട്ട? എന്താണേലും പറഞ്ഞോ? അവളൊരു ആദിയോടെ തന്നെ ചോദിച്ചു. ഇനിയും അവൻ കൈവിട്ടു പോകുമോ എന്ന പേടിയാണ് അവൾക്ക്. അത് എൻ്റെ ജോലി എന്താണെന്ന് നിനക്കറിയാലോ. എന്നെ പാടത്തെ ചെളിയും ചേറും മണക്കും. അവൻ പറഞ്ഞു വന്നതും അവൾ അവനെ തടഞ്ഞു. മതി, ഇതിനിയും പറയേണ്ട. കുളിച്ചു കഴിഞ്ഞാലും ഓരോന്ന് ആലോചിച്ച് അടുത്തേക്ക് വരാൻ പോലും അറച്ചു നിൽക്കുന്ന മായയല്ല ഞാൻ. എനിക്ക് ദേവേട്ടനെ ഇഷ്ട. ആ ഇഷ്ടം ഉണ്ടായത് തന്നെ പാടത്ത് വിയർത്തു കുളിച്ച് ചേറിലും ചെളിയിലും പണിയെടുക്കുന്ന ദേവേട്ടനെ കണ്ടിട്ടാ. ഒരു ബനിയനും മുണ്ടും ഉടുത്ത് തലയിൽ ഒരു തോർത്തുകെട്ടുമായി ചേറിലും ചെളിയിലും പണിയെടുക്കുന്ന ദേവേട്ടനെയാ എനിക്കിഷ്ടം. ദേവേട്ടന് ഇഷ്ടമുള്ള കാലത്തോളം അങ്ങനെ തന്നെ മതി. ദേവേട്ടന്റെ ഇഷ്ടം തന്നെയാ എന്റെയും ഇഷ്ടം. ദേവേട്ടൻ ഇനി വേറെ ആരെയും ഓർക്കേണ്ട. പറയുമ്പോൾ മറ്റെന്തോ ഒരു ഭാവമായിരുന്നു അവൾക്ക്. അവന് വല്ലാത്തൊരു കൗതുകം തോന്നി. കുറച്ചു മുൻപ് വരെ കരഞ്ഞിരുന്ന പെണ്ണാണ്. ഇപ്പോൾ അവൾ വേറെ ഏതോ ലോകത്തെന്ന പോലെയാണ് സംസാരിക്കുന്നത്. അവന് ചിരി വന്നുപോയി. പിന്നെ ആരെങ്കിലുമൊക്കെ പാടത്ത് പണിയെടുത്താലല്ലേ ദേവേട്ട നമുക്കൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടൂ? ശരിക്കും ഓരോ കർഷകനെയും നമ്മൾ ദൈവത്തെ പോലെയാണ് കാണേണ്ടത്. അന്നം തരുന്ന ദൈവം. എനിക്ക് ദേവേട്ടൻ അങ്ങനെയാണ്. പിന്നെ അതിന്റെ വിലയറിയാത്തവരാണ് അറപ്പോടെ ഓരോന്ന് പറയുകയും ചെയ്യുകയും ചെയ്യുന്നത്. ഞാൻ എന്തായാലും അങ്ങനെയല്ല. എനിക്ക് ദേവേട്ടൻ വലുതാണ്. അവൾ പറഞ്ഞു നിർത്തിയതും അവനൊന്ന് മനസ്സ് നിറഞ്ഞു ചിരിച്ചു. ഇങ്ങോട്ട് വരുമ്പോൾ തൻ്റെ ഉള്ളിലെ ഇഷ്ടം അവളോട് തുറന്നു പറയണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും അവളെ ഇതിന്റെ പേരും പറഞ്ഞു നിർബന്ധിക്കില്ല എന്ന് ആദ്യമേ കരുതിയതാണ്. എങ്കിലും എപ്പോഴോ ആഗ്രഹിച്ചു പോയിരുന്നു അവൾ തിരിച്ച് തന്നെയും സ്നേഹിച്ചിരുന്നെങ്കിലെന്ന്. എന്നാൽ ഇത്രമാത്രം അവൾ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. അവളെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ദേവന്റെ കണ്ണും മനസ്സും ഒരുപോലെ നിറയുന്നുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് ചോദിക്കാം. ഇനി താമസിപ്പിക്കാൻ വയ്യ. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അതുകേട്ട് അവളൊരു ചിരിയോടെ തന്നെ തലയാട്ടി. എന്തോ അവളുടെ കവിളുകൾ നാണം കൊണ്ട് ചുവന്നിരുന്നു ആ സമയം. നേരം വൈകി, എന്നാ പോവാൻ നോക്കിയാലോ പറഞ്ഞുകൊണ്ട് അവൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റുകൊണ്ട് ചുറ്റുമൊന്നു നോക്കി. അമ്പലക്കുളത്തിന്റെ പരിസരത്തൊന്നും ആരുമില്ല. അവന് പിറകെ അവളും എഴുന്നേറ്റു. അവൻ പതിയെ അവളുടെ വിരലുകളിൽ നിന്നും പിടിവിട്ടു. അത്ര നേരം തന്റെ വിരലുകളെ പൊതിഞ്ഞിരുന്ന ആ കൈച്ചൂട് പെട്ടെന്ന് നിന്നതും അവളൊന്ന് അവനെ നോക്കി.
ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവനൊന്ന് അവളെ നോക്കി കണ്ണു ചിമ്മി. അന്ന് ആ നിമിഷം അവൻ അറിഞ്ഞു തുടങ്ങുകയായിരുന്നു പ്രണയമെന്നാൽ എന്തെന്ന്, പരസ്പരം സ്നേഹിക്കുന്നതിന്റെ സുഖമെന്തെന്ന്. അറപ്പും വെറുപ്പുമില്ലാതെ വിരലുകൾ തമ്മിൽ കോർത്തിരുന്നപ്പോൾ കിട്ടിയൊരു സുഖം, അതവന് ഒരിക്കലും മറക്കാൻ പറ്റാത്തതായിരുന്നു. ആ നിമിഷം മായ എന്ന ഒരു ഓർമ്മ പോലും തന്നിലേക്ക് ഇനി കടന്നു വരാത്ത വണ്ണം അനുവിനെ അവന്റെ മനസ്സിൽ പൂർണ്ണമായും നിറച്ചു കഴിഞ്ഞിരുന്നു അവൻ.